ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട്. സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് അത് നിർത്തിയത് തന്നെ. ഇന്നത്തെ നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വീട് പണിയണം, പിന്നെ നമ്മൾ അയൺ തപ്പണം. അയൺ കിട്ടിയില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. പിന്നെ എക്സ്പ്ലോർ ചെയ്യണം. അയൺ കിട്ടണമെങ്കിൽ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പ്ലേയിലേക്ക് പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടോ ചേഞ്ച് മോട്ട് വേണ്ട, ഇങ്ങോട്ട് വേണ്ട. ഓക്കെ, നമുക്ക് ഇതിൽ ക്യാമറ ഒക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ സെറ്റിങ്സിലല്ലേ, സെറ്റിങ്സിൽ പോയിട്ട് കൺട്രോളല്ലല്ലോ, വീഡിയോ അത് ഫസ്റ്റ് പേഴ്സണിൽ നിന്ന് ഫ്രം ദി ബാക്ക് അല്ലെങ്കിൽ ഉണ്ടോ ഫ്രം ദി ഫ്രണ്ട് എടുത്തിട്ട് ഉണ്ടോ നോക്കപ്പോൾ നമ്മൾ അപ്പം നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. വേണ്ട, തിരിച്ചാക്കും എന്തോ പോലെ കഴുത്തൊക്കെ ഒടിഞ്ഞു. തിരിച്ചോ ഇതൊരു ചടങ്ങാണ് കേട്ടോ. ഓക്കെ, സെറ്റാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട് പണിയാൻ ഉദ്ദേശിക്കണത് ഇവിടെ നിന്നൊട്ട് പണിയണം. ഇവിടെ നിന്നൊട്ട് പണിയാം. എനിക്ക് ചെറിയ വേറെ പ്ലാനുണ്ട്. ഇവിടെ നിന്നിട്ട് 1 2 3 4 5 6 7 വേണം. 7 ഇരുന്നോട്ടെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് പൊളിച്ച് മാറ്റേണ്ടി വരും. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂട്ട് ഇതിങ്ങനെ പൊളിച്ച് മാറ്റണം. പൊളിച്ച് ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് 1 2 3 4 5 6 7 ഓക്കെ 7 കറക്റ്റാണ്. 2 3 4 5 6 7 7 ഇപ്പോൾ കറക്റ്റായില്ലേ? 8 വേണ്ട എന്തായാലും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡോറ് ഇതിന് ഇത്തിരി കൂടിപ്പോയി വീതി. ഇതെടുത്ത് വെട്ടട്ടെ. ഓക്കെ, ഇത് വെട്ടട്ടെ. ഇവിടെയാണ് നമ്മുടെ ഡോറ് വരുന്ന ഭാഗം. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ ഞാൻ അവിടേക്ക് പണിയാനിട്ട് ഇങ്ങോട്ടു. ഓക്കെ, ഇതെടുത്ത് വീണ്ടും ഇവിടെ പണിയാം. ഇനി ഇവിടെ പ്രഷർ പ്ലേറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഡോറ് തുറന്ന് കയറിപ്പോവും. ഇവിടെ കേട്ടോ, അവിടെ അല്ല. ഇങ്ങനെയാണ് ഈ ക്രീപ്പർസൊക്കെ നേരെ കയറി വന്ന് പൊട്ടിത്തെറിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് മരത്തിൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്. അവിടെ ഹോയില്ലല്ലോ, അത് കുഴപ്പമില്ല. കൈ വെച്ച് വെട്ടറാണീ. ഒരു എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കട്ടെ. ഇത് ഒഴിവാക്കാം. ഓക്കെ, കൈ വെച്ച് വെട്ടാം. ഇതൊക്കെ വെട്ടാം. ഭാഗമൊക്കെ വെട്ടാം. ഇത് വെട്ടിയേക്കാം. ഓക്കെ, ഇതിവിടെ വെട്ടാം. ഇതിവിടെയും വെട്ടാം. വെട്ടപ്പോൾ ഇതിവിടെ. ഓക്കെ, നിങ്ങൾ വീട് മാറണമെങ്കിൽ, അതായത് വേറെ എവിടെയെങ്കിലും വീടൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. അഥവാ ഇവിടെ തന്നെ നമ്മുടെ വീട് മതിയെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വീട് പൊളിച്ചിട്ടേ വേറെ നല്ല സ്ഥലത്ത് കൊണ്ട് വെക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇവിടെ അത്ര സ്പേസുള്ള സ്ഥലം ഇല്ല. ഓക്കെ, നമ്മൾ ഭാവിയിൽ എന്തായാലും നല്ല പൊളി വീട് പണിയണമല്ലോ, അതിനു വേണ്ടിയാണ്. ഇതിങ്ങനെ കൊണ്ടുവരാം. അത് കുഴപ്പമില്ല. ഓക്കെ, ഇതിങ്ങനെയും കൊണ്ടുവരാം. അത് കഴിഞ്ഞ് എൻ്റെ പ്ലാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട്
ഇവിടെ ക്രാഫ്റ്റ് ടേബിൾ വയ്ക്കുക. ഇവിടെ ക്രാഫ്റ്റ് ടേബിൾ വയ്ക്കാം. ഇവിടെ ഉണ്ട് ഇത്തിരി നീക്കി കുഴപ്പമില്ലാട്ടെ. എടുത്തിട്ട് സ്ലാബ് ഉണ്ടാക്കണം. സ്ലാബ് ഓക്കെ, ഇത്ര സ്ലാബ് മതിയാവും. 30 സ്ലാബ് ഇല്ല, അത് മതി. ഇനി ഇവിടെയും 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 പിന്നെ ഇവിടെ 2 എണ്ണം ഇവിടെയും. രാത്രിയാവാറായി. പെട്ടെന്ന് പണി തീർക്കണം, എന്നിട്ട് കിടന്ന് ഉറങ്ങാം. റിയൽ ലൈഫിലല്ല കേട്ടോ, ഗെയിമിൽ. ഓക്കെ, പണി തീർന്നു. ഇനി വാർപ്പിടണ്ടേ? അയ്യോ, വാർപ്പിടാൻ പോലെ നീളം കുറവായിരിക്കുമല്ലോ. ഇങ്ങനെ ഇടേണ്ടി വരും ഇപ്പോൾ വാർപ്പ്. ഇത്ര നീളം ഉണ്ടാവുള്ളൂ നമുക്കപ്പോൾ. അത് പൊളിച്ച് പണിയാണോ? അതിങ്ങനെ തന്നെ ആദ്യം ഇങ്ങനെ പൊളിച്ച് പണിഞ്ഞതല്ല ഇത്തിരി നല്ലത്. അല്ലെങ്കിൽ വേണ്ട, സന്ധ്യ സമയായി. ഓക്കെ. 30 സ്ലാബ് തീർന്നോ? അയ്യോ, 30 സ്ലാബ് ഇത്ര വട്ടം തീർന്നോ? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെടുത്ത് വെട്ടാം. എന്നിട്ട് എൻ്റെ ഒരു പ്ലാനുണ്ട്. അതായത് എന്തോ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ലാബ് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതെല്ലാം നമുക്കൊന്ന് വെട്ടണം. ഫുള്ളൊന്ന് വെട്ടണം. ഫുള്ളും പണിയാണ്. അംബാനീൻ്റെ മോൻ്റെ വീടാണ് ഇപ്പോൾ നമ്മൾ നോക്കണേ, പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അംബാനീൻ്റെ മോൻ്റെ വീട് ഏകദേശം മാർക്കിംഗ് ഒക്കെ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വെറുതെ പണി വയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാർക്കിംഗ് ഒക്കെ പെർഫെക്റ്റായിട്ട്. ക്രീപ്പർ ഇപ്പോൾ പെർഫെക്റ്റ് ആയാൽ. ക്രീപ്പർ ഒന്നും ഇപ്പോൾ പെർഫെക്റ്റ് ആയാൽ. ഓക്കെ, സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. റീസ്പോൺ പോയിന്റ് ഇല്ലേ, ഇതോടെ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ചത്ത് കഴിഞ്ഞ് വീണ്ടും ആ പടം തന്നെ തുറന്നിട്ട് വരും. എവിടെ നിന്നെങ്കിലൊക്കെ പോയി ജനിക്കും നമ്മൾ. പറയുടെ പ്ലാൻ ഇങ്ങനെ അവിടെ വെച്ചാൽ പോരെ? ഇങ്ങനെ ലാഭല്ലേ? ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്ലോക്കായി വരും. അല്ല, ഇങ്ങനെ വെച്ചല്ലല്ലോ ബ്ലോക്കായി വരാം. എന്നിട്ടിത് ഇങ്ങനെ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ വരണം, ഇങ്ങനെ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, ഇനിയിപ്പം എന്താണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഇതിങ്ങനെ ഇരുന്നോട്ടെ, പക്ഷേ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. വീണ്ടും നമുക്കത് ലാഭാ. ഇതേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കുന്നത് വെട്ടണ്ട, ഇവിടെ ഇരിക്കുന്നത് വെട്ടണ്ട. ഇത് വീണ്ടും അതിനുള്ള വിട്ടില്ല. കടന്നുറങ്ങാൻ സമയമായ ഇല്ല. ആൻഡ് ഡ്യൂറിങ് യു ക്യാൻ സ്ലീപ്പ് അറ്റ് നൈറ്റ്. യു ക്യാൻ ഓൺലി സ്ലീപ്പ് അറ്റ് നൈറ്റ്. വെയിറ്റ്, ആൻഡ് ഡ്യൂറിങ് തണ്ടർ സ്റ്റോംസാ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ഡ്യൂറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരണമെന്നാണ് അർത്ഥം. ഡ്യൂറിങ് അറിയില്ല, അതിൻ്റെ അർത്ഥം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. സത്യമായിട്ട് എനിക്കറിയില്ല. ചേട്ടാ, ഞാൻ തന്നെ ഇതിലേക്ക് പോകണ. 18 സ്ലാബ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ. നമ്മളായിട്ട് ഉണ്ടാക്കാൻ വുഡില്ലല്ലേ. ഓക്കെ, ഇതെടുത്തോണ്ട് ഞാൻ പറയണത് ഒരു വൂൾഫ് എല്ലുട്ടിയായിരുന്നു ടൈം ചെയ്യാറുണ്ട്. വലിയ സ്കെലട്ടൺ എന്ന് പറഞ്ഞു അവനൊക്കെ ഒന്ന് ടൈം ചെയ്തൂടെ അതിലോട്ടെ. ചേട്ടാകെ ബ്ലോക്കായ അവസ്ഥയുള്ളൂ. ഇവിടെ തന്നെ വീട് പണിയാണ് പറഞ്ഞ അല്ല, ആകെ ശോകയെ. ഓക്കെ, അയ്യോ കുടുങ്ങിപ്പോയി. ഞാൻ പേടിച്ചു.
ഈ മരം ആ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്തൂടെ? എന്തൊരു ബുദ്ധിയാണല്ലേ എൻ്റെ മരം. അങ്ങനെ വെട്ടിക്കൊണ്ട് കറി ഞാൻ മരം അങ്ങനെ തിന്ന കറി വയ്ക്കും. എങ്ങനെയാ? എന്തൊരു പൊട്ടനാ മരം ഇങ്ങനെ കറി. ഇപ്പൊ തന്നെ 10 മിനിറ്റ് വീടിൻ്റെ വാർപ്പ് പോലും കഴിഞ്ഞുള്ള പണി പോലും കഴിഞ്ഞുള്ള എപ്പോഴും റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ്. ഓ ഓ ഓ ഓ ഓ ഓ ഇത് പട്ടി കൊരിക്കണം. അതൊന്നും മൈൻഡ് ആക്കണ്ട. ഓക്കേ ഓക്കേ സോറി കൂടുതലാവില്ല അറിയാൻ. പെട്ടെന്ന് നടന്നാലും ഇതിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇനി ഇതെടുത്തോണ്ട് ഇവിടെ കയറാം. എന്നിട്ട് ഇങ്ങനെ പോകും. രാവിലെ അങ്ങനെ പോവാം. ഓക്കെ, അങ്ങനെ ഇത് വെട്ടാം. സൗണ്ടൊക്കെ മാറിപ്പോൾ. ഇതും 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 മരം കൂടി വെട്ടാം. ലീഫൊക്കെ മരം ഇല്ലാത്തപ്പോൾ താനേ കൊഴിഞ്ഞു കൊള്ളണം. അതായത് ഈ വുഡൊന്നും ഉണ്ടാവൂലല്ലോ ലീഫിൽ, അപ്പോൾ താനേ കൊഴിഞ്ഞു. എന്തോ ഗ്രാഫിക്സ്! ഞാനൊരു മോഡ് ബാക്കൊന്നും ഇട്ടുള്ളല്ലോ. പിന്നെന്തൊരു ഇത്ര ഗ്രാഫിക്സിന് ഊട്ടിത്തള്ളൊന്നോ നോക്ക് നിങ്ങൾ. ഞാനിതിലൊരു മോഡ് ഇട്ടുള്ളല്ലോ. പിന്നെ ഇത് വെട്ടിത്തളങ്ങാണ് എൻ്റെ വീട്. ജസ്റ്റിസ്. ഞാൻ വിചാരിച്ചു എൻ്റെ വീട് ഇപ്പോൾ പൊട്ടിത്തെറിക്കും. അങ്ങനെ ചെയ്യല്ലേട്ടാ. പൊട്ടിത്തെറിച്ചോ? പൊട്ടിത്തെറിക്ക്. എടാ പൊട്ടിത്തെറിക്കടാ നീ. പൊട്ടിത്തെറിക്കണ്ടേ? പൊട്ടിത്തെറിക്കടാ നീ. എനിക്ക് പൊട്ടിത്തെറിക്കണ്ടേ? ഇങ്ങോട്ട് വാ. ആ ഷേടാ, ഇത് മാങ്ങണ്ട് ക്രീപ്പർ പൊട്ടിത്തെറിച്ച്. ഫുള്ള് നാശനഷ്ടമാക്കി. ഞാൻ പറഞ്ഞ കൂടിപ്പോ. ഇതെടുത്തോണ്ട് വുഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, വുഡ് ക്രാഫ്റ്റ് ചെയ്യണ മുൻപ് എന്തോരം ചെയ്യാമെന്ന് മറന്നുപോയി. അവൻ്റെ കുഴപ്പം അല്ല, ഇൻവെൻ്ററിയിൽ പോയിട്ട് സാധനം എടുത്തേക്കണം. ഓക്കെ, ഇവിടെ ചേടാ കുഴപ്പമില്ലാട്ടെ. വേറെ എന്തെങ്കിലും കണ്ടോ? ക്രീപ്പർ പൊട്ടിച്ചെറിച്ച് ഇതാണ് കുഴപ്പം. ഇഷ്ടമല്ല ക്രീപ്പറിനൊക്കെ. ഞാൻ പറയാനുള്ള ഭയങ്കര പേടിയാണെന്നല്ല, ഒട്ടും ഇഷ്ടമല്ല അതിനെ. വൃത്തിയായിട്ട ജന്തു. നമുക്ക് ആരാണോ ഒന്ന് ഇത് ഈ മൈൻക്രാഫ്റ്റിൽ ഉണ്ടാക്കി വെച്ചേ? അവിടെ സ്ലാബ്. ഓക്കെ, എത്ര സ്ലാബുണ്ട് നമ്മുടെ കയ്യിൽ? നമ്മുടെ 64 സ്ലാബുണ്ട്. എടുത്ത് വയ്ക്കാം. ഇവിടെയും ഓക്കെ വെച്ചു. സ്ലാബ് വെച്ചു. അങ്ങനെ അകത്തും കൂടി വയ്ക്കാനുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പോഴും വെയിറ്റ് അല്ലെങ്കിൽ മോബൊക്കെ എത്തി കയറും. ഇതൊക്കെ സ്പോണാണ് അതിൻ്റെ ഉള്ളിൽ, വെളിച്ചില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഈ റൂഫ് ഇങ്ങനെ തുറന്ന് വെച്ചോക്കണം. ഇനി നമ്മൾ ഡോറുണ്ടാക്കണം. ഡോറിന് 2 ഡോറ്. ഒരു ഡോറിൽ 3 ഉണ്ടാവില്ല, അപ്പോൾ 6 ഡോറുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. എന്തിനു വേണ്ടിക്ക്? ഓക്കെ, ഇനി നമ്മൾ പ്രഷർ പ്ലേറ്റ് അല്ലേ? 2 പ്രഷർ പ്ലേറ്റ് നമ്മൾ എവിടെ ആയിട്ട് വയ്ക്കും? ഓക്കെ, ഇനി നമ്മുടെ ഡോറെടുത്തിട്ട് ഇവിടെയും പിന്നെ ഇവിടെ ഇട്ട് വയ്ക്കാം. ഇവിടെ വയ്ക്കി കഴിഞ്ഞാൽ ഇതിവിടെ പ്രഷർ പ്ലേറ്റ് വയ്ക്കി കഴിഞ്ഞാൽ മോപ്സിനൊക്കെ ഡോറൊന്ന് ഈസിയായിട്ട് കയറി പോകാൻ പറ്റും, കയ്യില്ലെങ്കിൽ കൂടി. കണ്ട വാളിയാ. അയ്യോ, പട്ടിയുടെ പെറ്റായ
ചടത് തൊട്ടിട്ടത് എന്തത് ആക്സിഡന്റ് പൊളിക്കട്ടെ. തൊട്ടിട്ടത് ആക്സിഡന്റ് വഴി തീർന്നു. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് യെസ് വർക്കായി. തലവര്. ഇനി നമ്മൾ അയ്യൻ കണ്ടുപിടിക്കാനും അയ്യൻ കണ്ടുപിടിക്കാൻ എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങാം. എക്സ്പ്ലോറിങ് പറഞ്ഞാൽ ഫുഡൊന്നുമില്ല, വെറുതെ കൈയാട്ടി പോയാൽ മതിയോ? കൈ വീശി പോകും ഇങ്ങോട്ട്. ഫുഡൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. വീറ്റ് ഉണ്ടല്ലോ, വീറ്റ് ബ്രെഡാക്കി കൂടെ നമുക്ക്. വീറ്റ് ബ്രെഡ് എങ്ങനെയൊക്കെ? ചേട്ടാ ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാ? ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ ചേട്ടാ. ബ്രെഡ് വീറ്റല്ല എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. എടാ വീറ്റോ? അതെ വീറ്റ്. നോക്ക്, വീറ്റ് കൊണ്ടല്ലേ ബ്രെഡ് ഉണ്ടാക്ക. വീറ്റ് കൈ പിടിച്ചു. ഇതിലില്ല. എന്ത് ചേട്ടാ ഇതിൽ വീറ്റ് എവിടാ? വീറ്റ് ഉണ്ടൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. വീറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളല്ലോ. വീറ്റ് എന്താണ് ഉണ്ടാക്കാൻ പറ്റാത്തേ? അല്ല നമുക്ക് ബ്രെഡെല്ലാം ഉണ്ടാക്കണ്ടേ വീറ്റ്? എൻ്റെ പൊന്നെ, വീറ്റല്ലല്ലോ ബ്രെഡെല്ലാം ഉണ്ടാക്കണ്ടേ? അത് അങ്ങനെയാവട്ടെ. എന്തായാലും എക്സ്പ്ലോറിങ്ങിന് ഇറക്കാം. ഒന്നും നോക്കില്ല, വയ്യാട്ടിയാ പോയി. വയ്യാട്ടി പോയിട്ട് കയറിച്ച് കിടക്കപ്പോ. കയറി കൊടുക്ക്. അയ്യോ സോംബി വില്ലേജർ. കച്ചാവും. ഇവിടെ വില്ലേജ് ഉണ്ട് കേട്ടാ. അയ്യോ ചത്തുടാ. ചത്തു ഞാൻ. എൻ്റെ സാധനങ്ങൾ അവിടെയല്ലേ? അവിടെ എൻ്റെ സാധനങ്ങൾ ഇതോടെ ടീസ്പൂൺ അങ്ങനെ കാണുമ്പോൾ പോവോ? ഇവിടെ ഇല്ലേ? അയ്യോ എൻ്റെ സാധനങ്ങളാ. എടാ കളിക്കലടാ എൻ്റെ സാധനങ്ങൾ, സീരിയസ്ലി. എൻ്റെ സാധനങ്ങളോ? എന്നൊരു റെഡ് റോസാവൂ കണ്ടില്ലേ? ഒന്നുകൂടെ ഇൻവെസ്റ്റിഗേഷന് നമ്മൾ പോകാം കേട്ടാ. എവിടെയാണ് നമ്മൾ എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങിയത്? ഇവിടെയാണ് നമ്മൾ ആ റെഡ് പോവുകയാണ്. ഇല്ല, റോസ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങിയത്. അതെ, ഈ ഭാഗം തൊട്ടാണ് ഞാൻ പോയത് അങ്ങോട്ട്. ആ ഭാഗം തൊട്ട് പോയി. അവിടെ ആ സ്കെലട്ടണോ നമുക്ക് ബോൺ കിട്ടിയാൽ നമുക്ക് അവനെ ടൈം ചെയ്യാം. വോൾഫിന് അങ്ങനെയാണ് നമുക്ക് പേടിക്കണ്ട. പക്ഷേ അവൻ അതിനോട് നമ്മളെ കൊല്ലുന്നു. ഓ എന്താ തമ്പുരാനെ, മിക്കവാറും ചേട്ടാ വോൾഫ് ഉണ്ടായിട്ടാണ്ടേ പൊട്ടത്തരങ്ങളൊക്കെ ഈ കാണിക്കണിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചോ അതിൻ്റെ ചെയ്യാം. ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്തായാലും ബോറായുണ്ടാവും എന്നറിയാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഇപ്പോൾ ബൈ.